കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് റിലീസായി ഇറങ്ങിയ സിനിമയാണ് ദി ഫാമിലി പ്ലാൻ. ഇതിൻ്റെ കഥ എന്തെന്ന് വെച്ചാൽ, ഡാൻ എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടർ ഒരു ചെറിയ ടൗണിൽ സാധാരണ ജീവിതം നയിക്കുന്ന ഒരാളാണ്. നോർമലായിട്ടുള്ള ജോലിയും കുടുംബവും. അയാളുടെ കുടുംബം എന്ന് പറയുന്നത് ഭാര്യയും 3 മക്കളുമാണ്. പക്ഷേ അവർക്ക് പോലും അറിയാത്തൊരു കാര്യമാണ് ഡാനിന് വയലൻസ് നിറഞ്ഞൊരു പാസ്റ്റ് ഉണ്ടെന്നുള്ളത്. ഒരു ദിവസം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൻ്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ പാസ്റ്റ് ലൈഫിൽ നിന്നും കുറേ പേർ അവനെ അന്വേഷിച്ചെത്തുന്നു. ഇവരാണ് കഥയിലെ വില്ലൻസ്. അവരുടെ ലീഡർ നായകൻ്റെ അച്ഛൻ. ഇത്രയും കേൾക്കുമ്പോൾ ലിയോ സിനിമയുടെ കഥയുമായി കുറച്ച് സിമിലാരിറ്റീസ് ഒക്കെ തോന്നാം. ഹിസ്റ്ററി ഓഫ് വയലൻസിൽ നിന്നും ഇൻസ്പയർഡ് ആയ 100 കണക്കിന് സിനിമകളിൽ ഒന്നാവാം ഇതും. കാരണം ഇതൊരു ഒഫീഷ്യൽ അഡാപ്റ്റേഷനോ റീമേക്കോ ഒന്നുമല്ല. പക്ഷേ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. പിന്നെ വലിയൊരു വ്യത്യാസം, ഇതൊരു കോമഡി ആക്ഷൻ ഫിലിമാണ്. ഹിസ്റ്ററി ഓഫ് വയലൻസ് കണ്ടവർക്കറിയാം, അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമയാണ്. ലിയോയിലാണെങ്കിലും കുറച്ചൊക്കെ ഹ്യൂമർ ഉണ്ടെങ്കിൽ പോലും സിനിമ സീരിയസ് ആണ്. ഇതിനകത്ത് ശത്രുക്കൾ അടുത്തെത്തിയെന്ന് മനസ്സിലാകുമ്പോൾ ഒരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞ് ഫാമിലിയെയും പറ്റിച്ച് ലാസ് വേഗസിലേക്ക് ഒരു റോഡ് ട്രിപ്പിന് ഇറങ്ങി തിരികുകയാണ് നായകൻ ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് ചിലർ ചേസ് ചെയ്യുമ്പോൾ ഭാര്യയും കുട്ടികളും അറിയാതെ തന്നെ അവരെല്ലാം തട്ടുന്നുമുണ്ട്. അതെല്ലാം തമാശയായിട്ട് തന്നെയാണ് കാണിച്ചു പോകുന്നത്. ഇതൊരു ഗംഭീര സിനിമയാണ്. മസ്റ്റ് വാച്ച് ഫിലിമാണ് എന്നൊന്നും പറയാനും മാത്രം ഒന്നുമില്ല. പക്ഷേ നല്ലൊരു ഫൺ ആൻഡ് എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ചില സ്ഥലങ്ങളിലെ കോമഡികളും നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസുകളെല്ലാം നന്നായിരുന്നു. സോ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ആപ്പിൾ TV യിൽ അവൈലബിൾ ആണ്. പൈസ മുടക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഗ്രാമത്തിൽ അവൈലബിൾ ആണ്.